നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കോവിഡിൻ്റെ JN1 വേരിയൻറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് നമ്മൾ അതിനെ നേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നും. JN1 വേരിയൻറ്റ് നമ്മളിപ്പോൾ നേരിട്ടത് വെച്ച് ഒമിക്രോൺ വേരിയൻറ്റ് ഒരു വകഭേദമാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാൻസ്മിഷൻ, അതായത് പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു തരം വേരിയൻ്റ് ആയിട്ടാണ് മനസ്സിലാകുന്നത്. ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ ഇതുവരേക്കും ആയിട്ടില്ല. പക്ഷെ കണ്ടെടുത്തോളം അധികം കോംപ്ലിക്കേഷൻസും മരണനിരക്ക്, മോർബിഡിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതുവരെയും JN1 വേരിയൻറ്റുമായിട്ട് അനുബന്ധിച്ച് റിപ്പോർട്ടഡ് അല്ല. ഇനി അതുകൊണ്ട് തന്നെ നമ്മൾ JN1 വേരിയൻറ്റിനെ എങ്ങനെ നമ്മൾ നേരിടണം, എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളത്, അത് ബേസിക്കലി കോവിഡിൻ്റെ പ്രിക്കോഷൻസിൻ്റെ ഒരു റിഫ്രഷർ കോഴ്സ് പോലെ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ഓർത്തെടുത്ത് നമ്മളത് തിരിച്ച് പ്രാവർത്തികമാക്കുക. നമ്മുടെ വ്യക്തി ശുചിത്വം, ഹാൻഡ് ഹൈജീൻ അതെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഹാൻഡ് വാഷിങ്ങിൻ്റെ സ്റ്റെപ്സൊക്കെ ഓർത്തെടുക്കുക. മാസ്ക് യൂസേജ്, മുമ്പ് നമ്മൾ പാൻഡമിക്കിൻ്റെ ആദ്യത്തെ തവണ ചെയ്ത പോലെ ഫുൾ ടൈം മാസ്ക് യൂസേജിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ആൾക്കാർ ഉള്ള ഏരിയകളിൽ പോകുമ്പം ഉറപ്പായിട്ടും മാസ്ക് ഉപയോഗിക്കുക. പിന്നെ ഹൈ റിസ്ക് ഏരിയാസ്, അതായത് ഹോസ്പിറ്റലിൽ സന്ദർശിക്കാൻ നേരത്ത്, ഹോസ്പിറ്റൽ വിസിറ്റിന് പോകാൻ നേരത്ത് അങ്ങനെയുള്ളപ്പോഴൊക്കെ എന്തായാലും മാസ്ക് ധരിക്കുക. രോഗലക്ഷണങ്ങൾ തന്നെ നമ്മളുടെ സാധാരണ കോവിഡുമായിട്ട് അനുബന്ധിച്ച് കാണുന്ന രോഗലക്ഷണങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ശ്വാസതടസ്സം അനുഭവപ്പെടുകയാണെങ്കിൽ, അതായത് ബ്രെത്ത്ലെസ്നെസ് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോയി കെയർ എടുക്കുകയും വേണ്ടി വന്നാൽ അഡ്മിറ്റ് ആകാനും മടി കാണിക്കരുത്.